ഹലോ സുഹൃത്തുക്കളെ, കുറച്ച് പ്ലാവിൻ്റെ തൈകളാണ്. വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ ഒരു ലോഡ് തൈകൾ. മീഡിയം പ്ലാന്റാണ്, ഹെവി പ്ലാന്റ് ഒന്നുമല്ല. അപ്പോൾ ജസ്റ്റ് തൈകൾ ഇറങ്ങിയപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടാണ്. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ തൈകുമ്പോൾ തന്നെ കണ്ടില്ലേ, നിറയെ കായ്ഫലമുള്ള തൈയാണ്. മീഡിയം തൈയാണ്. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇതൊക്കെ പൊട്ടിച്ച് കളയണം എന്നാണ്. ഒരു വർഷം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ചക്ക നിർത്താവുള്ളൂ. കാരണം ചക്കക്ക് താങ്ങാനുള്ള ഒരു ആരോഗ്യം ആ കമ്പുകൾക്കായിട്ടില്ല. എങ്കിലും ചിലവർക്ക് അതിങ്ങനെ ചട്ടിയിൽ ഡ്രമ്മിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയവർക്ക് കൊണ്ടുപോകാൻ വെക്കാൻ പറ്റിയൊരു ചെറിയ മീഡിയം പ്ലാന്റാണ്. അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എയർലിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടാണ്. വലിയൊരു ചക്ക ഒന്നും ഉണ്ടാവില്ല, ഒരു മീഡിയം ചക്കകളാണ് അതിലുണ്ടാവുക. ത്രൂ ഔട്ട് വർഷം മുഴുവൻ ചക്ക കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ സീസണിലും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ചക്ക കിട്ടുമെന്നുള്ളതാണ്. പിന്നെ വെള്ളം ഇറങ്ങുക അങ്ങനെയുള്ള ഒരു വലിയ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. മെയിനായിട്ട് മൈക്രോ ന്യൂട്രിയൻസ്, ബോറോണൊക്കെ കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല ചക്ക കിട്ടും. അത് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ബോറോൺ ഡെഫിഷ്യൻസിയാണ് അത് കാണിക്കാറ്. വികൃതമായ ചക്കകളൊക്കെ ഉണ്ടാകുക, ഉള്ളിൽ കറുപ്പടിക്കുക. അപ്പോൾ അതൊക്കെ ബോറോൺ, മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കൊണ്ട് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പിന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. പെട്ടെന്ന് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രൈ ആയ ഏരിയയിൽ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി പ്ലാവാണ്. ഇടിച്ചക്കും മറ്റതിന് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ചക്കയാണ്. ബായ്. അബ്ദുൽ റസാഖ്, തിരൂർ.